മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, ഗുരുവായൂരിൽ ഉയർന്നിട്ടുള്ള ഫ്ലെക്സ് ബോർഡാണ്. ഏതായാലും ഗോപാലകൃഷ്ണന് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് രംഗത്ത് എത്തിയിട്ടുള്ളത്. ഏതായാലും ഇതിൽ ഏതെങ്കിലും മതത്തിന്റെ പേരുണ്ടോ എന്ന് പറഞ്ഞ് ഏതായാലും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കൊന്നും ഒരു തേങ്ങയും പറയാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് വളരെ വ്യക്തമാക്കുന്നത്. ഞാൻ ഏതായാലും അതിലുള്ളതൊക്കെ തന്നെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 50 വർഷത്തെ അവഗണന, ഇത് മാറണം. മാറ്റത്തിനായി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക NDA സ്ഥാനാർത്ഥിയെ. എന്നിട്ട് വ്യക്തമായിട്ട് പച്ച കളറിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, ഗുരുവായൂർ MLA മാർ 1977 BVS തങ്ങള്, 1983 PKK ബാവ, 1987 PKK ബാവ, 1991 PM അബൂബക്കർ, 1996 PT കുഞ്ഞു മുഹമ്മദ്, 2001 PKK ബാവ, 2006 KV അബ്ദുൽ ഖാദർ, 2011 KV അബ്ദുൽ ഖാദർ, 2016 KV അബ്ദുൽ ഖാദർ, 2021 NK അക്ബർ, 2026 ആര് എന്ന് ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് വ്യക്തമാക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡാണ്. ഏതായാലും ഇതിലേതെങ്കിലും ഒരു മതത്തിന്റെ പേരുണ്ട് എന്നൊന്നും പറഞ്ഞ് ആർക്കും തന്നെ ചാടി വീഴാനൊന്നും സാധിക്കില്ല. ഏതായാലും പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഈ ഫ്ലെക്സ് ബോർഡ് കണ്ടിട്ട് എന്ത് പറയുമെന്ന് അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നാലും ഇതൊക്കെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ആളുകൾ രംഗത്തെത്തിയിട്ട്, ഇവിടെയുള്ള സുഡാപ്പികളും ജിഹാദികളൊക്കെ രംഗത്തെത്തിയിട്ട് ഒരേപോലെയുള്ള കുറച്ച് കമന്റുകൾ വരുന്നുണ്ട്. അതിൽ ഉദാഹരണത്തിന് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള രണ്ടെണ്ണമാണ് ഇവിടെ കൊടുക്കുന്നത്. ആദ്യത്തെ കമന്റാണ് ഒരു നിഷാദ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമന്റ് ആണ്. ഗോപാൽജി തോൽക്കും, മതം പറഞ്ഞ് വോട്ട് പിടിക്കാതെ ചെയ്ത വികസനം പറഞ്ഞ് വോട്ട് പിടിക്കുക എന്നാണ് വിളിച്ചു പറയുന്നത്. അതെ, നമ്മുടെ കേരളത്തില് മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിക്ക് പേരിട്ട്, അപ്പൊ ഒരു മതത്തിന്റെ പേരാണല്ലോ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പേര് തന്നെ ഒരു മതത്തിന്റെ പേര്. ആ മതത്തിന്റെ പേരിട്ട പാർട്ടി നമ്മുടെ കേരളത്തിൽ മതം പറഞ്ഞ്, മതം പൊക്കിപ്പിടിച്ച്, മതം ഉയർത്തിപ്പിടിച്ച് ഇവിടെ നിരവധി MLA മാരെ വിജയിപ്പിക്കുന്നതിൽ ആർക്കും, മതേതരത്വം പറയുന്ന കേരളത്തിലെ ആർക്കും മുസ്ലിം ലീഗിനോട് മതത്തിന്റെ പേര് മാറ്റിയിട്ട് നിങ്ങൾ മത്സരിക്കോ, അല്ലാതെ നിങ്ങളെ ഞങ്ങൾ മതേതര പാർട്ടിയായിട്ട് അംഗീകരിക്കില്ല എന്ന്, അല്ലെങ്കിൽ മതം പറഞ്ഞാണ് നിങ്ങൾ വോട്ട് തണ്ടുന്നത് എന്ന് എന്തേ ഇവിടെയുള്ള ഒരു മതേതര കൂതറകൾക്കും പറയാൻ സാധിക്കാത്തത്? ഇത് വിവേകമുള്ള ഓരോ മലയാളിയും ഒരേ സ്വരത്തിൽ ചോദിക്കേണ്ടതാ. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട്, ഗുരുവായൂരിലെ പുണ്യക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നുണ്ട്. അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസി അവിടെ വിജയിച്ചു വന്നാലേ അവിടുത്തെ തട്ടിപ്പും വെട്ടിപ്പും, അവിടെ യഥാർത്ഥ ഒരു വിശ്വാസി വിജയിച്ചു വന്നാൽ അവിടുത്തെ തട്ടിപ്പ് വെട്ടിപ്പൊക്കെ അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളത് തുറന്ന് പ്രഖ്യാപിച്ചൊരു ഫ്ലെക്സ് ഒക്കെ വരുമ്പോ ഇതിൽ വന്നിട്ട് എവിടെ മതം പറഞ്ഞു? ഒരു സ്ഥലത്തും മതമില്ലല്ലോ. യഥാർത്ഥത്തിൽ മതം പറഞ്ഞ മുസ്ലിം ലീഗിനെതിരെ ഈ മുസ്ലിം ലീഗിനെയും കൂട്ടിപ്പിടിക്കുന്ന UDF എങ്ങനെയാ മതേതര മുന്നണിയാവുന്നത്? എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. അതെങ്ങനെയാ മതേതര മുന്നണിയാവുന്നത്? സമുദായത്തിന് വേണ്ടിയാണ്, സമുദായത്തിന് വേണ്ടിയാണ്, സമുദായത്തിന് തന്നെ വേണ്ടിയാണ് UDF അധികാരത്തിലേക്ക് എത്തുന്നത് എന്ന് പ്രസംഗിക്കുന്ന മുസ്ലിം ലീഗുകാരൻ ഇവിടെ ഒരു വർഗീയവാദിയുമല്ല, ഒരു മതം പറയുന്നവനുമല്ല. അതേ സമയത്ത് ഏതൊരാൾക്കും, കേരളത്തിലെ വിവേകമുള്ള ഏതൊരാൾക്കും അറിയാം, ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് അവിടെ തട്ടിപ്പും വെട്ടിപ്പും മുക്കലും നക്കലും നടത്തുന്നുണ്ട് എന്നുള്ളത് അത് വലിയൊരു യാഥാർത്ഥ്യ. ആ മുക്കല് നടത്താതിരിക്കാൻ അവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു യഥാർത്ഥ വിശ്വാസി വിജയിക്കണം എന്ന് പറയുന്നതിൽ എവിടെയാണ് മതം കാണുന്നത്? തീരെ മനസ്സിലാവുന്നില്ല. എവിടെയാണ് മതം കാണുന്നത്? ഇനി അടുത്തൊരു കമന്റ് കൂടി ഉണ്ട്, ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിനിത് ഗുരുവായൂർ അമ്പലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പല്ല എന്ന് വിവരമില്ലാത്ത ചാണകങ്ങളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഈ ഫ്ലെക്സ് ബോർഡ് വരുന്നതിൽ
ഒരുപാട് കമന്റുകളിൽ വന്നിട്ടുള്ള ഒരു ഉദാഹരണത്തിനാണ് ഞാൻ ഇതും എടുത്ത ഒരു റാഷിദ് എന്ന് പറയുന്ന വ്യക്തി ഇട്ട കമന്റാണ്. എന്തേ മലപ്പുറത്തുള്ള മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളോട് ഇത് പള്ളിയിലേക്കുള്ള തിരഞ്ഞെടുപ്പല്ല, നിങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കൂ എന്നെങ്കിലും പറയാത്തത് എന്തുകൊണ്ടാ? ഒരു 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 10-30 സീറ്റിൽ മത്സരിപ്പിക്കുമ്പോൾ ഒരു പകുതിയെങ്കിലും മറ്റുള്ള മതങ്ങളിലുള്ള ആളുകളെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന് ചോദിക്കാത്ത ആളുകളാണ് ഇത് ക്ഷേത്രത്തിലേക്കുള്ള മത്സരമല്ല നടക്കുന്നത് എന്ന് പറയും. ഇതൊക്കെ കേരളത്തിലെ വിവേകമുള്ള ജനത അങ്ങ് തിരിച്ചറിഞ്ഞാൽ മതി. ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ആർക്കേ മതം പറയാൻ പറ്റുമോ? ഇവിടെ ഈ പറയുന്ന സുഡാപ്പികൾക്ക്, ജിഹാദികൾക്ക്, തീവ്ര ചിന്താഗതിക്കാർക്ക് മതം പറയാം. വേറൊരാൾ പറഞ്ഞാൽ അത് വല്ല പ്രശ്നം പുകരും. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയണോ? ഏതായാലും ഗോപാലകൃഷ്ണന് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഗുരുവായൂർ മത്സരത്തിന് രംഗത്തെത്തിയിട്ട് അദ്ദേഹം പ്രസംഗിച്ചതിന്റെ മറ്റൊരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കും. നിങ്ങൾ അതൊന്ന് കേട്ടു. ദേവസ്വമല്ല, കിട്ടുന്നതൊക്കെ അടിച്ചു മാറ്റുന്ന ദേവസ്വം. ആ ദേവസ്വം ഗുരുവായൂരിനെ സംരക്ഷിക്കാനല്ല. ഇന്നും ഗുരുവായൂർ അമ്പലത്തിലെ ഭക്തന്മാർ അനുഭവിക്കുന്ന വേദന എന്ത് എന്നറിയണമെങ്കിൽ ഒരു നേരം നാം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയി നിൽക്കണം. ഭക്തൻ അയ്യപ്പ ആ ശബരിമലയെ കൊള്ള ചെയ്തു. ഇപ്പൊ ഈ ഗുരുവായൂർ അമ്പലത്തിലെയും കൊള്ള ചെയ്യാൻ വേണ്ടിയാണ് പലരും നിൽക്കുന്നത്. ഏറ്റവും വലിയ രസകരമായ കാര്യം, അവിടെ നിൽക്കുന്ന കാവൽക്കാർ തന്നെ ഇടക്കിടക്ക് ഫോൺ ചെയ്ത് പറയാ, ഗോപാലകൃഷ്ണൻ ഇതും കൂടി പറയണം, ഇതും കൂടി പറയണം, ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. കാവൽക്കാരാണ്, ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഗുരുവായൂരപ്പനെ തടവറയിലാക്കിയിട്ടുള്ള ടിപ്പു സുൽത്താന്റെ പിൻ തലമുറ തടവറയിലാക്കിയിട്ടുള്ള ഈ ഗുരുവായൂർ ക്ഷേത്രത്തെ മോചിപ്പിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും കടമയാണ്. ആ കടമ നിർവഹിക്കേണ്ടത് 9-ാം തീയതി, ഏപ്രിൽ 9-ാം തീയതി ഗുരുവായൂരിലെ ഭക്തന്മാർ തീരുമാനിക്കണം. ഇത് നമുക്ക് അവസാനിപ്പിക്കണം എന്ന് മാത്രമല്ല, ഈ നിയോജക മണ്ഡലം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ആ പ്രശ്നങ്ങൾ എണ്ണി 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 ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ പോകുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാ പ്രവർത്തകരും, നമ്മുടെ എല്ലാ സഹപ്രവർത്തകരും ഗുരുവായൂരിലേക്ക് വരുന്ന എല്ലാ ഭക്തന്മാരോടും പറയണം, ഗുരുവായൂരിന്റെ മോചനത്തിനു വേണ്ടിയുള്ള, ഗുരുവായൂരപ്പന്റെ ഈ മണ്ണ് വീണ്ടെടുക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇതൊരു യുദ്ധമാണോ? യുദ്ധം. ആ യുദ്ധം സത്യസന്ധതയുടെ ധൈര്യത്തോടെ ആരെതിർത്താലും ശരി, വീര സവർക്കർ പറഞ്ഞതുപോലെ, നിങ്ങൾ വന്നാൽ നിങ്ങളുടെ കൂടെ, നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ, നിങ്ങൾ എതിർത്താൽ നിങ്ങളെ എതിർത്ത് ഞങ്ങൾ മുന്നേറും, അതിന് സംശയമേ ഇല്ല. നിങ്ങൾ കേട്ടില്ലേ? തന്റെ ഇടത്തോടുകൂടി നട്ടല് നിവർത്തിക്കൊണ്ട് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ മണ്ഡലത്തില് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം തന്നെയാണ് നയിക്കുന്നത്. ഒരു ഇന്ത്യൻ മുസൽമാൻ എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാനുള്ളത് നമ്മുടെ കേരളത്തിലെ എല്ലാ വിശ്വാസ ആരാധനാലയങ്ങളും അവിടെ ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്താതെ തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാ ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ടുള്ള അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന് തന്റെ പുണ്യക്ഷേത്രമായിട്ട് കാണുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡിന്റെ തട്ടിപ്പിനെതിരെ സംസാരിക്കാൻ, അവിടെയുള്ള ഭക്തരുടെ പണം നേരായ മാർഗത്തിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് തന്റെ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് വോട്ട് ചോദിക്കുന്നതിൽ എന്ത് വർഗീയത ആർക്കാണ് കാണാൻ സാധിക്കുക? ഇതിലൊക്കെ പ്രശ്നം കാണുന്നവർ ആരാണ് എന്നുള്ളതും സകല മലയാളികളും അങ്ങ് തിരിച്ചറിയുക. ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഗുരുവായൂരിലെ ജനത കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഗുരുവായൂരിലെ പുണ്യക്ഷേത്രമൊക്കെയായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതെ മുന്നോട്ട് പോവാൻ, അത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അവിടെ MLA ആയിട്ട് വിജയിച്ചാലേ സാധിക്കൂ എന്നുള്ളത് ഗുരുവായൂർ ജനത കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. അത് വരുന്ന തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ സകല ആളുകൾക്കും അങ്ങ് തിരിച്ചറിയാം.